പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സേവനമല്ലേ, ജോലിയല്ലേ. മറ്റേ അഭിനയമല്ലേ ജോലി. ഇപ്പൊ അഭിനയിക്കുന്നുണ്ടോ ഇനി എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. അഭിനയമുണ്ട്. ഇതിപ്പോ MLA ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ ജനസേവനത്തിന്. കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരം. കൊല്ലത്തിന് എവിടെ ചെറിയൊരു കാര്യം വന്നാലും നമ്മൾ അവിടെ എത്താൻ പറ്റുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ്. MLA തുടരുമോ നടനായി തുടരുമോ? രണ്ടും. അല്ല, MLA നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. നടനായിട്ട് എന്തായാലും പാർട്ടി സീറ്റ് നൽകുകയാണെങ്കിൽ ആ സമയത്ത് നോക്കാം. മത്സരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അല്ല, മത്സരിക്കാൻ ആഗ്രഹത്തിന്റെ അല്ല, ഇതെല്ലാം നമ്മളിൽ എത്തിച്ചേരുന്ന ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ ഞാൻ ഒരിക്കൽ പോലും എനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല, പ്രകടിപ്പിക്കത്തുമില്ല. എന്നാൽ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ഒരു റോള് ഞാൻ ചോദിച്ചിട്ടില്ല. ആരെങ്കിലും റോള് നല്ലത് കൊണ്ടുവരികയാണെങ്കിൽ അത് ഗംഭീരമാക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. ആ സ്കൂളിലാണ് ഞാൻ വന്നത്. അത് പ്രത്യേകിച്ച് നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും. നമ്മൾ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടരുത്, ഇങ്ങോട്ട് തരുന്നത് ദി ബെസ്റ്റ് ആക്കി കൈ കൊടുക്കുക. തീർച്ചയായും. അല്ല, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി തീരുമാനിക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി പറയട്ടെ, ആ സമയം വരട്ടെ, അപ്പൊ വീണ്ടും തീരുമാനിക്കാം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. ഗംഭീര റോള് കിട്ടിയാൽ അല്ല, പാർട്ടി പറഞ്ഞാലെന്നല്ല, പാർട്ടി ആ സമയത്ത് എന്ത് തീരുമാനിക്കുന്നു അത് നമ്മൾ ആ തീരുമാനത്തിൽ നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കില്ല. എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം തന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും. അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പറയാൻ പറ്റിയ ആളുമാണ്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെയൊക്കെ ഒരു രീതിയിലുള്ള ഒരു MLA എന്താണ് MLA പണി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നടക്കും. ഏറ്റവും കൂടുതൽ അപ്പൊ നിങ്ങൾ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. വികസനത്തിന്റെ എത്ര മാത്രം വികസനം കൊല്ലം 10 കൊല്ലത്തിനകത്ത് നേടി, അതിനു മുമ്പ് നേടി, അത് ആ വികസനം കറക്റ്റ് ആണോ? അത് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ കഴിയും. എന്നാൽ കഴിയുന്ന തരത്തിൽ അതിഗംഭീരമായിട്ട് ചെയ്യാൻ കഴിയും. റോള് ഗംഭീരമാക്കി. ഒരുപക്ഷെ തുടർച്ച ഉണ്ടാവും. അത് തീരുമാനിക്കും. ഒരുപക്ഷെ മത്സരത്തില്ലെങ്കിൽ പോലും പ്രവർത്തനത്തിലുണ്ടാവും. തീർച്ചയായിട്ടും. അത് ആര് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും അത് പാർട്ടി അത് എന്താ എഴുതി വെക്കാത്ത നിയമമല്ലേ. അല്ല, പ്രചരണത്തിന് മുൻപന്തി തന്നെ കാണും. പിന്നെ തീർച്ചയായിട്ടും കാണും. അത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. അത് പാർട്ടി എന്താ അവിടെ പ്രചരണത്തിന് ഞാൻ ഈ 10 കൊല്ലം എവിടെയൊക്കെ എല്ലാ ബൈ ഇലക്ഷനും ഞാൻ പ്രവർത്തനത്തിന് പോയി. അതല്ലാതെ തന്നെ കണ്ണൂർ മുതൽ പാറശാല വരെ പല പരിപാടികളും നമ്മൾ പാർട്ടി പറയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ കൊല്ലം മാത്രമല്ലല്ലോ നമ്മുടെ പ്രചരണ വേദി അല്ലെങ്കിൽ സ്ഥലം. അത് വരുന്ന പോലെ കാണാം. ഓക്കെ, താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.